വടക്കാഞ്ചേരി സബ് ഡിസ്ട്രിക്റ്റിന്റെ കലോത്സവം നമ്മുടെ മുണ്ടത്തിക്കോട് സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ അവിടുത്തെ എല്ലാ കാന്താരിമാരും കാന്താരന്മാരും ഒക്കെ പഠിച്ചിറങ്ങിയത് ആ സ്കൂളിൽ നിന്നാണ്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പരിപാടി കാണാൻ പോവാണ് കേട്ടോ. കലോത്സവ വേദിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ദിവസം പോയിണ്ടായിരുന്നു. ഈ 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്കൂൾ ലൈഫൊക്കെ മിസ് ചെയ്തു. ഞാൻ ചെറിയ തോതിലൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ ജില്ലാ മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടികളെ കണ്ടപ്പോഴും അവരെ സ്റ്റേജിന്റെ ബാക്കിൽ ഇങ്ങനെ കയറാൻ നേരത്തും കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തു. നമുക്ക് ആ സ്റ്റേജിൽ കയറുന്ന നമ്മുടെ ചെസ് നമ്പറിന്റെ തൊട്ട് മുന്നുള്ള നമ്പർ വിളിക്കുന്ന സമയത്ത് നമ്മുടെ വയറ്റിലൊരു തീ കത്തിലുണ്ടാവും. അയ്യോ അടുത്തത് ഞാനാണല്ലോ. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നമുക്കതൊരു ഭയങ്കര വാശിയാണ്. എങ്ങനെയെങ്കിലും നന്നായി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണം. സ്കൂളിന്റെ മാനം കാക്കണം, അതാണ് ഏറ്റവും വലിയ പോയിന്റ്. സ്കൂളിന്റെ മാനം കാക്കണം, അതാണ് മെയിൻ ആയിട്ട് വരിക. അപ്പൊ അങ്ങനത്തെ കുറെ മെമ്മറീസ് ഒക്കെ പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട്. പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായിരുന്നു. UP വിഭാഗം അങ്ങനത്തെ കുട്ടികളിലൊക്കെ ഗ്രൂപ്പ് ഡാൻസ്, സംഘനൃത്തവും നാടോടിനൃത്തവും, പദ്യപാരായണം, കവിത ചെല്ലല്, അറബിക് പദ്യം ചെല്ലല്, ദഫ് മുട്ട്, കോൽക്കളി, അങ്ങനെ കുറേയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ചൊക്കെ വിഷ്വൽസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് എന്തോ വഞ്ചിപ്പാട്ടും നാടകവും അങ്ങനത്തെ എന്തൊക്കെ കുറച്ച് പ്രോഗ്രാംസ് ഉള്ളത്. അപ്പോൾ അവിടെ വോളണ്ടിയർ ആയിട്ട് നമ്മളുടെ എൻ്റെ ചെറിയൊരു അനിയത്തി കുട്ടിയുടെ ചിഞ്ചുട്ടൻ, ഗായത്രി എന്നാണ് പേര്, ഞങ്ങൾ ചിഞ്ചുട്ടാന്ന് വിളിക്കുക. അപ്പോൾ ആളുണ്ട് അവിടെ. ഞങ്ങൾ കുറച്ച് കസിൻസ് ഒക്കെ കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നും കൂടി പോയിട്ട് എന്താണ് ലാസ്റ്റ് ഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ടോ, നാടകമൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. അത് ഈ കലോത്സവ വേദിയിലെ നാടകത്തിന് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുന്ന സാധനങ്ങളാണ്. നമുക്ക് അതൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഞാൻ എല്ലാ വിഷ്വൽസും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് കലോത്സവത്തിന്റെ 2nd ഡേ ആണ്. അപ്പൊ ഞങ്ങള് പകല് കുറച്ച് തിരക്കായതുകൊണ്ട് നൈറ്റ് ഇത് കാണാൻ വേണ്ടി വന്നിക്കുക. ഇന്നലെ കാണാത്ത മറ്റൊരു താരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മീറ്റ് മിസ് ദേവി. ഓക്കെ, അപ്പൊ ഞങ്ങൾ പരിപാടികളൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ചിഞ്ചുട്ടനെ തപ്പിയിട്ടുള്ള മിഷൻ ഇന്നും ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ചിഞ്ചുട്ടൻ ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് തപ്പിയെടുക്കണം ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു ചിഞ്ചുട്ട? ഇപ്പൊ 2nd ഡേ ആയിട്ട് നമ്മളുടെ കലോത്സവ വേദി അതിലേക്ക് വോളണ്ടിയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സംഘനൃത്തം ഇപ്പത്തെ അടിപൊളിയായിരുന്നു. പക്ഷെ ഒരെണ്ണം ഉണ്ടായുള്ളൂ, അതിനൊരു വിഷമുണ്ട്. പക്ഷെ ആ ഉണ്ടായിരുന്ന ഒരെണ്ണം മാസ സീനായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പകലുള്ള പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയായിരുന്നു? പകലുള്ള പ്രോഗ്രാംസ് ഒന്നും കാണാൻ പറ്റിയില്ല, ഫുഡ് കമ്മിറ്റിയിലുള്ള കാരണം. ഫുഡ് എങ്ങനെ ഫ്രീ ആണോ? ഈ വോളണ്ടിയേഴ്സിന് അതുപോലത്തെ അവിടെ വർക്ക് ചെയ്യണവർക്കൊക്കെ ഫ്രീ ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ ടോക്കൺ എടുക്കണം. ടോക്കൺ പൈസ കൊടുക്കണം. ഫ്രീ ആണല്ലോ. പക്ഷെ വരി നിന്ന് മേടിക്കണം. കുറച്ചൊക്കെ ലാഗ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ലതാ. അപ്പൊ നാളെ വഞ്ചിപ്പാട്ട്, നാടകം, അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നാളെ എന്തായാലും മീറ്റ് ചെയ്യാം. ഓക്കെ. എന്താ പേരെന്താ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു.
ശക്തി സ്വരൂപമായി അന്നത്തിൽ നിന്നൂടെ ഉത്ഭവിച്ചേ ഒരു നാഗമണി നാഗമേ ശിവജടയിൽ കുടിയിരിക്കും നാഗമേ ഒരു നാഗമണി നാഗമേ ശിവജടയിൽ കുടിയിരിക്കും ശങ്കരഭരണമായി മാറിയ വാസുകിയും ശാർവിക്കും മെത്തയാക്കിയിരുന്നോരനന്ദൻ തക്ഷകൻ കാക്കോടകൻ ശംഖപാലാദികൾ ചേർന്നിട്ട നാഗങ്ങൾ തുണയ്ക്കണേ സർപ്പാവണ്ണങ്ങളുടെ സജ്ജാത ചൊല്ലുമേ ഗണപതി ഭഗവാനേ മറന്നേയ്യപ്പം ഇളകിയിളകന്റെ ഇളകുനാഗേ ഇളകിയിളകന്റെ മണിശീലേ ശിരങ്ങളെ ആയിരം പണമാക്കി മാറ്റിയെന്ന് അഞ്ചുതരനാഗമായി ദുർച്ചടി ചടയിൽ വീണ്ടും മഴക്കാരമായി തീർന്നു மையல்